എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തോഷിബ ഇൻവെർട്ടർ AC ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് നമുക്കൊരു കൊറിയർ വന്നിട്ടുള്ള PCB ആണ്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു 10 മിനിറ്റ് വരെ ഇൻഡോർ ഓടും, അത് കഴിഞ്ഞിട്ട് ടോട്ടലി അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. ഓഫായി പോകും മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED എറർ കാണിച്ച് അങ്ങ് ഓഫായി പോകും കംപ്ലീറ്റ്. അതിൻ്റെ ബ്ലോവർ മോട്ടർ, സ്വിംഗ് മോട്ടറെല്ലാം അടഞ്ഞ് എറർ കാണിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള പ്രശ്നമെന്ന് അവർക്കറിയില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നമുക്കിത് വർക്കിംഗ് കണ്ടീഷനാക്കി കൊടുക്കണം. അതാണ് നമ്മളുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ രീതിയിൽ എല്ലാ കാര്യങ്ങളും കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇൻഡോർ PCB ഔട്ട്ഡോർ PCB തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെൻസർ കാര്യങ്ങളെല്ലാം കണക്ഷനുണ്ട്. ഈ വയർ എന്ന് പറയുന്നത് സെൻസർ കാര്യങ്ങളാണ്. പിന്നെ ഫാൻ മോട്ടർ, ഔട്ട്ഡോറിൻ്റെ ഫാൻ മോട്ടർ, ഇത് BLDC ഫാൻ മോട്ടറാണ്. അപ്പോൾ നമുക്ക് DC ഫാൻ മോട്ടറും വരുന്നുണ്ട്, BLDC ഫാൻ മോട്ടറും വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് BLDC ഫാൻ മോട്ടറാണ്. പിന്നെ കംപ്രസറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഓൺ ചെയ്യാം. അപ്പോൾ തോഷിബയുടെ ഈ ഔട്ട്ഡോർ ബോർഡിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഔട്ട്ഡോറിനകത്ത് യാതൊരുവിധ ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതായത് നമുക്ക് ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ നമുക്ക് അതിനകത്ത് റിലേ, അതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ റിലേ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കത് മനസ്സിലാകുന്നത് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ ഈ കാണുന്നത്. പിന്നെ PFC സർക്യൂട്ട്, ഇത് നമ്മുടെ കംപ്രസർ ഡ്രൈവിംഗ് സർക്യൂട്ട്, ഇത് മോട്ടോർ ഡ്രൈവിംഗ് സർക്യൂട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുകയാണ്. തോഷിബ സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുമ്പോഴത്തേക്കും ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. നമുക്കിവിടെ പ്രസ് ചെയ്തിട്ട് അത് സ്റ്റേബിൾ ആക്കണം. അപ്പോഴത്തേക്കും ഇത് സ്റ്റാൻഡ് ബൈ റിലീസാവും. അപ്പോഴത്തേക്കും ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഇൻഡോറിൻ്റെ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഔട്ട്ഡോർ എടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് ഇച്ചിരി ഒരു ലോങ് ടൈം അല്ല, മിനിമം ഒരു 2 മിനിറ്റ് എങ്കിലും എടുക്കും ഇതിൻ്റെ ഒരു ഔട്ട്ഡോർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഔട്ട്ഡോറിനകത്ത് നമുക്ക് റിലേ അടിച്ച് ഇത് ഓണായിട്ടുണ്ട്. അപ്പോൾ റിലേ അടിച്ച് ഓണായപ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്ഡോർ പവറിങ് ആണ്. ഇനി കംപ്രസർ എടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കംപ്രസർ എടുത്തതിന് ശേഷം കംപ്രസർ എടുക്കുന്നില്ലെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തുള്ള എറർ കോഡും കൂടെ ചെക്ക് ചെയ്യണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ എറർ കോഡ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു എറർ കോഡ് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. ഇത് വരുന്ന ടൈമിൽ, ഈ എറർ വരുന്ന ടൈമിൽ ഇൻഡോറിനകത്ത് വരുന്ന ഫാൻ മോട്ടർ, ഫ്ലാപ്സ് ഇതെല്ലാം അടഞ്ഞ് ഓഫായിട്ടതിന് ശേഷമാണ് ഈ ഒരു എറർ കോഡ് വരുന്നത്. എന്താണ് ഈ ഒരു എറർ കോഡ് എന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ ഈ ചെക്ക് ചെയ്യാൻ, ഈ എറർ കോഡ് വരുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു 3 പ്രാവശ്യം കംപ്രസർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫാൻ മോട്ടർ എടുക്കുന്നില്ല, ഫാൻ മോട്ടർ കറങ്ങുന്നില്ല. പക്ഷെ കംപ്രസർ എടുക്കാമെന്ന് വെക്കുന്നത് അത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ഉള്ളിൽ അതൊരു ചെറിയൊരു മൂളക്കം മാത്രം വന്നിട്ട് അങ്ങ് ഓഫായി പോകും. അത് എടുക്കാൻ പോലും ശ്രമിക്കുന്നില്ല, ചെറിയൊരു മൂളക്കം വന്നിട്ട് അങ്ങ് ഓഫായി പോകുന്ന ഒരു രീതിയിലായിരുന്നു ആ ഒരു കംപ്രസർ എടുക്കുന്നത്. അത് 3 പ്രാവശ്യം എടുത്തു. 3 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിവിടെ ഈ ഒരു എറർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കൊണ്ടിട്ട്, ഈ ഡിസ്പ്ലേ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു ബ്ലിങ്കിങ് എറർ കോഡ് ഇതിനകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്തുള്ള എറർ കോഡ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിമോട്ട് വേണം. അപ്പോൾ ആ റിമോട്ട് നമ്മളെ തോഷിബയുടെ ഒറിജിനൽ സർവീസ് റിമോട്ട് വേണം. അപ്പോൾ ഇതിനകത്ത് ഈ ചെക്ക് എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ചെക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 00 ചെക്ക് എന്നൊന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ടൈമറിൽ വരുന്ന ഓൺ ഓഫ്, അതിൽ ഈ ഓൺ എന്നുള്ളതിൻ്റെ ആരോ അത് ഞാൻ പ്രസ് ചെയ്യണം. അപ്പോഴത്തേക്കും 00 വന്ന് ആ LED-യുടെ ബ്ലിങ്ക് ചെയ്യുന്ന പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇനി അതിൽ ഓരോ പ്രാവശ്യം നിൽക്കുമ്പോഴത്തേക്കും ഓരോ എറർ കോഡായിട്ട് വരും. ഇപ്പോൾ 02 ആണ് ആദ്യത്തെ എറർ കോഡ് കാണിച്ചിരിക്കുന്നത്.
ഇപ്പോൾ 1A 02 കാണിച്ചു. അതിനുശേഷം 1A എന്നുള്ളതിൽ ഇപ്പോൾ രണ്ടാമത്തെ എറർ കോഡ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 00ൽ വന്നു. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നിൽക്കുന്നത് ആ പഴയ എറർ തന്നെ നിൽക്കുന്നു. ആ 2 LED, ആ ഗ്രീൻ LEDയും യെല്ലോ കളർ എന്ന് പറയുമ്പോൾ റോസ് ടൈപ്പ് കളർ LED ആയിട്ട് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്ത് ആ എറർ തന്നെയാണ് നിൽക്കുന്നത്. ഞാനിത് പവർ ഓഫ് ചെയ്യുകയാണ്. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു 02ഉം 1A എന്നുള്ള എറർ കോഡിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കാണിച്ചത് 02 എന്നുള്ള എറർ കോഡാണ്. 02 എന്ന് പറയുന്നത് ഔട്ട്ഡോർ PC ബോർഡ്, അതായത് ഔട്ട്ഡോർ ബോർഡിലാണ് കംപ്ലൈൻറ്റ് എന്നുള്ളതിനാണ് 02 എന്നുള്ള എറർ കോഡ് വന്നത്. ഇനി അടുത്തത് 1A എന്ന് പറയുന്നത് ഔട്ട്ഡോർ ഫാൻ ഡ്രൈവ് സിസ്റ്റം എറർ. അപ്പോൾ ഔട്ട്ഡോർ ഫാൻ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എറർ കോഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ടൈമിൽ, ഈ എറർ വരുന്ന ടൈമിലുള്ള എയർ കണ്ടീഷൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോഴത്തേക്കും ആൾ ഓഫ് വരും. ആൾ ഓഫ് എന്ന് പറയുന്നത് അവർ കസ്റ്റമർ പറഞ്ഞ ആ ഒരു കാര്യമാണ് ആൾ ഓഫ് എന്നുള്ളത്. കാര്യം ഈ ഒരു എറർ വരുന്ന സമയത്ത് ഇൻഡോർ വർക്ക് ചെയ്യത്തില്ല. ഇൻഡോർ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആവും. അതായത് അതിൻ്റെ ഫാൻ മോട്ടർ, ക്ലാംപ്സ് കാര്യങ്ങളെല്ലാം ഓഫായി പോകും. അതിനാണ് എയർ കണ്ടീഷൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് റിമാർക്ക് ഡിസ്പ്ലേഡ് വെൻ എറർ ഈസ് ഡിറ്റക്റ്റഡ്. അതായത് ഈ എറർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേയിൽ കാണിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത് ജഡ്ജ്മെൻറ്റ് ആൻഡ് ആക്ഷൻ. എന്താണ് നമ്മൾ ചെയ്യേണ്ട ആ ഒരു കാര്യത്തെക്കുറിച്ച്, ചെക്ക് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പൊസിഷൻ ഡിറ്റക്ടർ എറർ, ജഡ്ജ്മെൻറ്റ് ആൻഡ് ആക്ഷൻ. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് അവിടുത്തെ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കുമ്പോഴത്തേക്കും പൊസിഷൻ ഡിറ്റക്ട് എറർ, അതായത് ഫാൻ മോട്ടറിൻ്റെ പൊസിഷൻ അത് കറക്റ്റായിട്ട് അതിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഫാൻ മോട്ടർ അതിൽ ഉണ്ടോ, അതായത് ആ ഫാൻ മോട്ടർ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പോലും ആ ബോർഡിന് കഴിയുന്നില്ല. ഓവർ കറണ്ട് പ്രൊട്ടക്റ്റീവ് ഓപ്പറേഷൻ ഓഫ് ഔട്ട്ഡോർ ഫാൻ ഡ്രൈവ് സിസ്റ്റം. ഇത് അടുത്ത ഒരു പ്രോബ്ലമാണ് പറയുന്നത്. അതായത് ഫാൻ മോട്ടറിൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ നിൽക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഫാൻ ലോക്ക്. ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റൊക്കെ പിടിച്ച് കറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കുന്ന പ്രോബ്ലം ഇതിനകത്ത് വരാം. പിന്നെ എക്സെട്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ഷൻ എന്ന് പറയുന്നത് ആ PCB, അവിടുത്തെ ഔട്ട്ഡോർ ബോർഡ് PCB റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫാൻ മോട്ടർ റീപ്ലേസ് ചെയ്യുക. ഇത് രണ്ടുമാണ് നമുക്കിതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫാൻ മോട്ടർ കംപ്ലൈൻ്റ് ആവാം, അല്ലെങ്കിൽ ബോർഡ് കംപ്ലൈൻ്റ് ആവാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫാൻ മോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന BLDC ഫാൻ മോട്ടറാണ്. അത് ഫുള്ളി ഫങ്ഷണലാണ്. ഈ ഒരു ഫാൻ മോട്ടറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫാൻ മോട്ടർ നമുക്കിവിടെ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നല്ല ഫാൻ മോട്ടർ തന്നെയാണ് BLDCയിൽ വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ബോർഡാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊച്ചിരി കോംപ്ലിക്കേഷനുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ഓപ്പൺ IPM ആണ് വരുന്നത്. ഈ ഒരു 6 IGBT ആണ് നമുക്കിവിടെ ഫാൻ മോട്ടറിന് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇത് അതിൻ്റെ ഈ IGBT PWM ഡ്രൈവിംഗ് IC ആണ് ഈ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ മെയിൻ പ്രോസസ്സറുണ്ട്. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് കംപ്രസറിനും വരുന്നത്. കംപ്രസറിനും ഈ ഒരു സൈഡിലുള്ള 6 IGBT ആണ് കംപ്രസറിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതിനെ ഈ IGBT ഡ്രൈവ് ചെയ്യുന്നത് ഈ PWM IC ആണ്. അപ്പോൾ നമ്മുടെ എറർ കോഡിൽ പറയുന്നത് പൊസിഷൻ ഡിറ്റക്ട് എറർ. പിന്നെ വരുന്നത് ഓവർ കറണ്ട് പ്രൊട്ടക്റ്റീവ് ഓപ്പറേഷൻ ഓഫ് ഔട്ട്ഡോർ ഫാൻ മോട്ടർ ഡ്രൈവ് സിസ്റ്റം ഫാൻ ലോക്ക് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ഈ ഒരു ഫാൻ മോട്ടറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡിക്റ്റേറ്റ് ചെയ്യാൻ മെയിൻ ICക്ക് കഴിയുന്നില്ല. അതെങ്ങനെയാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിതിൽ നോക്കേണ്ടത്. നമ്മുടെ എല്ലാ ഔട്ട്ഡോർ PCBകളിലും അതിൻ്റെ ഡിക്റ്റേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു IC എന്നോ അല്ലെങ്കിൽ ഈ ഒരു IPM എന്നോ അല്ല.
അതിൻ്റെ ഡിറ്റക്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത് കംപ്രേറ്റർ ഐ സി എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കംപ്രേറ്റർ ഐ സിയാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ഈ ഒരു ഐ സി ഇവിടെ വരുന്ന ഇത് നമ്മുടെ കംപ്രസറിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടും, ഈ ഒരു കംപ്രേറ്റർ ഐ സി എന്ന് പറയുന്നത് നമ്മുടെ ഫാൻ മോട്ടറിൻ്റെ കറണ്ടും ലോഡിങ്ങും ഡിറ്റക്ഷനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഐ സി വരുന്നത്. അപ്പോൾ ഈ ഒരു ഐ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ ഇവിടുത്തെ IGBTയിൽ എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. ഈ ഒരു ഐ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ കോൾഡ് ടെസ്റ്റ് ആദ്യം നടത്തി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫാൻ മോട്ടറിൻ്റെ കണക്ഷൻ അങ്ങ് ഊരിയിടുകയാണ്. ഫാൻ മോട്ടർ നമുക്ക് ഇവിടെ ഒരു പിന്നില്ലാത്തതുകൊണ്ട് ഞാൻ അടിയിൽ കൂടെ സോൾഡർ ചെയ്തിട്ടാണ് ഫാൻ മോട്ടർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ മൾട്ടിമീറ്റർ എടുക്കാം. നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തു. ഇനി ഇതിനെ നമുക്ക് ഡയോഡ് മോഡിൽ സെറ്റ് ചെയ്യാം. ഡയോഡ് മോഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഈ 6 IGBT കറക്റ്റ് പ്രോപ്പർ റീഡിംഗ് ആണോ എന്നുള്ളത് കാര്യത്തെക്കുറിച്ച് നോക്കാം. അതിനുവേണ്ടി പോസിറ്റീവ് പ്രോബ് ഞാൻ നെഗറ്റീവിൽ വയ്ക്കുകയാണ്, ഗ്രൗണ്ടിൽ വയ്ക്കുകയാണ്. എന്നിട്ട് UVWയിൽ ടെസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒരേ കണക്കുള്ള ഒരു റീഡിങ് കിട്ടണം. അതിനകത്ത് 532 വരുന്നുണ്ട്. ഇവിടെ 530 കറക്റ്റ് റീഡിംഗ് ആണ്. ഇനി നെഗറ്റീവ് പ്രോബ് നമ്മൾ പോസിറ്റീവിൽ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ആദ്യത്തേത് ഓക്കെ, രണ്ടാമത്തതും ഓക്കെ, മൂന്നാമത്തതും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു 6 IGBTയുടെയും റീഡിങ് പ്രോപ്പറാണ്. അതിൻ്റെ ആ ഒരു ഡയോഡ് മോഡ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഇനി വരുന്നത് ഈ ഒരു ബൂസ്റ്റർ കപ്പാസിറ്റേഴ്സുകളാണ്. ഈ ബൂസ്റ്റർ കപ്പാസിറ്ററുകളാണ് നമ്മുടെ ഇതിൻ്റെ എനർജൈസിങ് ചെയ്യുന്നത്. ഇത് എനർജൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിനകത്തുള്ള ഔട്ട്പുട്ടിൽ ഇതിൽ മൊത്തം 4 ഔട്ട്പുട്ട് ഉണ്ടാവും. 14 പിന്നിൻ്റെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് 4 ആംപ്ലിഫിക്കേഷൻ, അതായത് ഓപ്പറേഷണൽ ആംപ്ലിഫയറുകളുണ്ട് ഇതിനകത്ത്. ഈ ഒരു ബൂസ്റ്റർ കപ്പാസിറ്ററുകളെല്ലാം എത്ര MF ആണ്? 10 MFൻ്റെ കപ്പാസിറ്ററുകളാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കപ്പാസിറ്റർ മോഡിലിടുക. ഇത് കപ്പാസിറ്റർ മോഡാണ്. എല്ലാ കപ്പാസിറ്ററുകളും ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് 11 കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോസിനായിട്ട് ചെറിയ 1 UFൻ്റെ കപ്പാസിറ്റേഴ്സുകളുണ്ടാവും. അതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ 10.9 കാണിക്കുന്നത്. ആ ഒരു കപ്പാസിറ്റർ ഓക്കെയാണ്. അടുത്ത രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ റീഡിങ്ങും ഓക്കെയാണ്. ഇനി മൂന്നാമത്തെ കപ്പാസിറ്ററും കൂടെ നോക്കാം. അത് മൂന്നാമത്തെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ റീഡിങ്ങും ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ യാതൊന്നും തന്നെ കംപ്ലൈൻറ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു PWM കൺട്രോളർ IC, നമ്മുടെ IGBT ഡ്രൈവ് ചെയ്യാനുള്ള കൺട്രോളർ ICയുടെ ആ ഒരു ഇതും കൂടെ നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് മാത്രമേ തൽക്കാലം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് പ്രോബ് നമുക്ക് നെഗറ്റീവ് വയ്ക്കാം. എന്നിട്ട് ഈ ഓരോ IGBTയുടെയും ഗേറ്റിൽ എത്ര ഡയോഡ് റീഡിങ് കാണിക്കുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, 2 something കാണിക്കുന്നുണ്ട്, 2 കാണിക്കുന്നുണ്ട്. അതിലെല്ലാം ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ലോ സൈഡ് ഹൈ സൈഡ് ചെക്ക് ചെയ്യണം. നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ IC കംപ്ലൈൻ്റ് ആവാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ICയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ അത് നമുക്ക് പവർ ഓൺ ചെയ്തിട്ട് വേണം അതിൻ്റെ ഔട്ട്പുട്ടുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും. അപ്പോൾ ഈ ബോർഡിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ കംപ്രേറ്റർ ICയുടെ ഔട്ട്പുട്ടുകൾ എത്രയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മെഷർമെൻറ്റ് റീഡിങ്സുകളുണ്ട്. ആ റീഡിങ്സുകൾ ആദ്യം പറഞ്ഞുതരാം. ഇതിൻ്റെ 1, 7, 8, 14. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പിന്നിൽ നമുക്ക് 1.8 വോൾട്ട് വരണം. ഏഴാമത്തെ പിന്നിൽ 1.8, എട്ടാമത്തെ പിന്നിൽ 4.9 വോൾട്ട്, 14ാമത്തെ പിന്നിൽ 1.8. ഈ 3 സെക്ഷനിലുമായിട്ട് വരുന്നതിൽ 1.8 ഔട്ട്പുട്ടും ഇതിൻ്റെ ടോട്ടൽ ഷണ്ട് റെസിസ്റ്റൻസ് ടോട്ടൽ ഓവർലോഡ് എന്ന് പറയുന്നത് 4.9 ആയിരിക്കണം വരേണ്ടത്.
എങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതേ കണക്ക് തന്നെ ഈ നമ്മുടെ ഈ കംപ്രസറിൻ്റെ ഈ ഒരു കംപ്രേറ്റർ ഐസിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ പിന്നിൽ 2 വോൾട്ട്, ഏഴാമത്തെ പിന്നിൽ 2 വോൾട്ട്, എട്ടാമത്തെ പിന്നിൽ 4.9 വോൾട്ട്, 4.9 ടു 4.5 ടു 4.9 അതിനിടയ്ക്ക് വോൾട്ടേജ് നിൽക്കും. അതേ കണക്ക് തന്നെ എൻ്റെ 14ാമത്തെ പിന്നിൽ 2 വോൾട്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത്. ഇത്രയും കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കംപ്രസർ ആയിരുന്നാലും ഫാൻ മോട്ടർ ആയിരുന്നാലും എനേബിൾ ആവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ കിടക്കും. അല്ലെങ്കിൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷനിലോട്ടോ ആയിട്ട് ഇത് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കംപ്രേറ്റർ ഐസിയുടെ ഔട്ട്പുട്ട് വോൾട്ടേജുകൾ ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യണം. സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മൾട്ടിമീറ്റർ വോൾട്ടേജ് DC വോൾട്ട് മോഡിലിടുക. അതിനുശേഷം ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, ഇതിൽ നിന്നിട്ട് ഇതിൻ്റെ ഒന്നാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ പിന്നിൽ നമുക്ക് 1.8 വരുന്നുണ്ട്. ഏഴാമത്തെ പിന്നിൽ 3.9, എട്ടാമത്തെ പിന്നിൽ വോൾട്ടേജ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് 4.1 വോൾട്ട് 4.9 വോൾട്ട് സംതിങ് നമുക്കിവിടെ കിട്ടണം. അതില്ല. നമുക്ക് ഇനി 14ാമത്തെ പിന്നിൽ 1.8 വോൾട്ട് ഉണ്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് ഈ ഒരു കംപറേറ്റർ ഐസിയാണ്. കംപറേറ്റർ ഐസിയുടെ ഈ ഏഴാമത്തെ പിന്നിൽ നമുക്ക് 1.8 വോൾട്ട് വരണം. ഇവിടെ 3.9 വോൾട്ട് റോങ് റീഡിംഗ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കംപറേറ്റർ ഐസി തന്നെയാണ് ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് പിന്നിൽ വരുന്ന റെസിസ്റ്റൻസിലുള്ള വാല്യൂ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാലും ഈ ഒരു വോൾട്ടേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കംപറേറ്റർ ഐസി നമുക്കിതിനകത്തുനിന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കംപറേറ്റർ ഐസിയുടെ നമ്പരൊന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അത് TL3474L എന്നുള്ള ഒരു കംപറേറ്റർ ഐസിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ആദ്യം ഡിസ്ചാർജ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഇത് ഫുള്ള് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐസി ഇതിനകത്ത് നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് അഴിച്ചെടുത്തിട്ടുള്ള ഐസി. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു പുതിയൊരു ഐസി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഐസി. പക്ഷേ ഇതിൻ്റെ നമ്പർ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഇതിലൂടെ കാണാൻ സാധിക്കില്ല. എനിക്ക് തന്നെ ലൈറ്റ് അടിച്ചാലേ ഇതിൻ്റെ നമ്പർ കാണാൻ പറ്റുന്നുള്ളൂ. ശരി, അപ്പോൾ നമുക്ക് ഈ ഒരു ഐസി ഇതിലോട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ ആ ഐസി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ പവർ ഓൺ ചെയ്തിട്ട് ആ മെഷർമെൻറ്റുകളൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം, എല്ലാം പ്രോപ്പറാണോ എന്ന്. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്യാണ്. ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ പിന്നിൽ എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. 1.821. അതേ കണക്കിന് ഏഴാമത്തെ പിന്നിൽ 1.8. ഇപ്പോഴാണ് പ്രോപ്പറായത്. അതിൻ്റെ എട്ടാമത്തെ പിന്നിൽ 4.9, 14ാമത്തെ പിന്നിൽ 1.8. ഇതിൽ വന്ന ഈ ഒരു ഐസിയിൽ നമുക്ക് എട്ടാമത്തെ പിന്നിൽ വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതേ കണക്കിന് ഏഴാമത്തെ പിന്നിൽ 3 വോൾട്ട് സംതിങ് വന്നിട്ടും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്തിട്ട്, ഇപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസായിട്ട് നമുക്ക് ഈ മോട്ടറും കംപ്രസറും മോട്ടറും എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ മോട്ടറോടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ കംപ്രസർ ഇപ്പോൾ നല്ല രീതിയിൽ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു ചെറിയൊരു മൂളക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോൾ ഔട്ട്ഡോർ ഫാൻ മോട്ടറും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ലീഫ് ഇല്ലെന്നുണ്ടെങ്കിൽ മോട്ടർ കറങ്ങിയിട്ട് ഓഫായിട്ടുണ്ട്. അത് മോട്ടർ ഇപ്പോൾ ഓഫായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ആ ലീഫിൻ്റെ ആ ഒരു ഇത് വേണം, ലോഡ് ഉണ്ടെങ്കിലേ അത് ഫുൾ ടൈം റണ്ണിങ് ആവത്തുള്ളൂ. ഇപ്പോൾ രണ്ടാമതും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതൊരു ഡിറ്റക്ഷനാണ്, ഇങ്ങനെ ഓഫും ഓണും ആവുന്നത്. കാര്യം ലീഫ് ഉണ്ടോ, ലോഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അതിന് ബോർഡിന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു IC മാത്രമാണ് നമുക്കിതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ IC ആണ്. ഓക്കെ, അപ്പോൾ അത് മാറി. അത് നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തു. അത് മാറിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബോർഡ് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെക്കിംഗ് പ്രൊസീജിയർ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് അതിൻ്റെ എറർ കോഡ് നോക്കേണ്ടത്, എങ്ങനെയാണ് എറർ കോഡ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളിത് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ഈ ഒരു ബോർഡ്, അതായത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ബോർഡുകളാണ് ഈ ഒരു തോഷിബയ്ക്ക് വരുന്നത്. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിനും തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.